അങ്ങനെ ISL 10ാം സീസണിലെ ചാമ്പ്യൻസ് ആയിരിക്കുകയാണ് മുംബൈ സിറ്റി FC. ഇന്നത്തെ ഫൈനൽ മത്സരത്തിൽ മികച്ചൊരു തിരിച്ചുവരവായിരുന്നു മുംബൈ സിറ്റി FC നടത്തിയിട്ടുണ്ടായിരുന്നത്. ആദ്യം ഒരു ഗോൾ വഴങ്ങിയതിനു ശേഷം പിന്നീട് മത്സരത്തിൽ 3 ഗോളുകൾ തിരിച്ചടിച്ചുകൊണ്ട് മുംബൈ സിറ്റി FC വിജയിക്കുകയായിരുന്നു. മത്സരത്തിൽ ആദ്യം ഗോൾ സ്കോർ ചെയ്തിട്ടുണ്ടായിരുന്നത് മോഹൻ ബഗൻ ആയിരുന്നു. ജേസൺ കമ്മിങ്സ് ആയിരുന്നു ആ ഒരു ഗോൾ നേടിയിട്ടുണ്ടായിരുന്നത്. ഡിമിട്രി പെട്രാറ്റോസിന്റെ ഒരു തകർപ്പൻ ലോങ് റേഞ്ചർ അത് ഗോൾ കീപ്പറിന്റെ കയ്യിൽ തട്ടി ജേസൺ കമ്മിങ്സ് അത് നല്ല രീതിയിൽ ഫിനിഷ് ചെയ്യുകയായിരുന്നു. പിന്നീട് മത്സരം സെക്കൻഡ് ഹാഫിലേക്ക് കടന്നപ്പോഴാണ് മുംബൈ സിറ്റി FC ഒരു തകർപ്പൻ തിരിച്ചുവരവ് നടത്തുന്നത്. ജോർജെ പെറാഡായസ്, അതുപോലെ തന്നെ ബിപിൻ സിംഗ്, ജേക്കബ് വോജിറ്റസ് എന്നീ പ്ലേയേഴ്സൊക്കെയാണ് ഇന്നത്തെ മത്സരത്തിൽ മുംബൈക്ക് വേണ്ടി ഗോൾ സ്കോർ ചെയ്തിരുന്നത്. മത്സരത്തിന്റെ രണ്ടാം പകുതിയിൽ തീർത്തും അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു തിരിച്ചുവരവായിരുന്നു മുംബൈ സിറ്റി FC നടത്തിയത്. തുടരെ ഒരുപാട് അറ്റാക്കുകൾ മുംബൈയുടെ ഭാഗത്തുനിന്ന് കാണാൻ സാധിച്ചിരുന്നു. ഈ ഒരു സീസണിലെ ഷീൽഡ് വിന്നേഴ്സ് ആവാൻ മുംബൈക്ക് സാധിച്ചില്ലെങ്കിലും ISL 10ാം സീസണിലെ ചാമ്പ്യൻസ് മുംബൈ സിറ്റി FC ആണ്. ഇതൊരു കാര്യം കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് വളരെയധികം സന്തോഷം നൽകുന്ന ഒരു കാര്യം. ISL 10ാം സീസണിലെ ഗോൾഡൻ ബൂട്ട് അങ്ങനെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സ്ട്രൈക്കർ ആയിട്ടുള്ള ഡിമിട്രോസ് എലമെന്റാക്കോസ് സ്വന്തമാക്കിയിട്ടുണ്ട്. 13 ഗോളുകളായിരുന്നു ഡിമിട്രോസ് ഈ ഒരു സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി നേടിയിട്ടുണ്ടായിരുന്നത്.